ഡി മണി പുതിയൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രം ചെറിയ കഥാപാത്രമല്ല എന്നാണ് ഊഹാപോഹങ്ങളായി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പല വാർത്തകൾ. അപ്പോൾ ഈ ആരാണ് ഡി മണി? ഈ അന്വേഷണ സംഘത്തിന് ഈ ഡി മണിയെ ട്രാക്ക് ചെയ്യാൻ, ഡി മണി എന്ന പേര് ഒരാളുണ്ടോ, അയാളുടെ പേര് ഡി മണി തന്നെയാണോ, അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ്? ഒരു വെറും കൈയോട് ഒരു ബ്ലാങ്ക് പേപ്പറുമായി എന്തായാലും ചെന്നൈയിലേക്ക് പോകുമോ ഈ അന്വേഷണ സംഘം? രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ ഈ വിദേശ വ്യവസായിയും അവർ നൽകിയ മൊഴിയിലാണ് ഈ ഡി മണി അല്ലെങ്കിൽ അഥവാ ദാവൂദ് മണി എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു പേര് പുറത്തു വരുന്നത്. അയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്തോ വിഗ്രഹത്തിൻ്റെ ഇടപാട് നടന്നുവെന്നോ ഒക്കെയാണ് മൊഴി കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അന്വേഷണ സംഘത്തിൻ്റെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഏത് ഇൻഫർമേഷൻ വന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അത് ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. രമേശ് ചെന്നിത്തല തന്ന ഇൻഫർമേഷനും രമേശ് ചെന്നിത്തലയുടെ സുഹൃത്ത് തന്ന ഇൻഫർമേഷനും ഒക്കെ ഞങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തും. ഇവർ മാത്രമല്ല പലരും അങ്ങനെ നേരിട്ടറിയാവുന്നവരും അറിയാത്തവരുമൊക്കെ അവർക്കറിയാവുന്ന അല്ലെങ്കിൽ അവർ സംശയിക്കുന്ന ഊഹിക്കുന്ന കാര്യങ്ങൾ ഇമെയിലായിട്ടും നേരിട്ടുമൊക്കെ SIT അറിയിക്കുന്നുണ്ട്. ആ വിവരങ്ങളുമൊക്കെ അവർ പരിഗണിക്കുന്നതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും. അത് ആവശ്യമില്ലെങ്കിൽ അത് കളയും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു തെളിവിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് ഗുണം കിട്ടിയേക്കാം, അതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഈ ചെന്നിത്തല കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ SIT ഉദ്യോഗസ്ഥരെ തന്നെ ഒരു സ്ക്വാഡാക്കിയിട്ട് അവരെ ചെന്നൈയിലേക്കൊക്കെ വിട്ടിട്ടുണ്ട്. കാരണം ഈ വ്യവസായി കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചെന്നൈയിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിഗ്രഹ കച്ചവടക്കാരനാണ്. അയാൾ തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചില വിഗ്രഹ ഇടപാടുകൾ നടത്തി. ചില മാധ്യമങ്ങളിൽ നിന്ന് പക്ഷേ ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങളാകാനുള്ള സാധ്യതയില്ല. കാരണം ശബരിമലയിൽ ആകെ ഒരു പഞ്ചലോഹ വിഗ്രഹം ഉള്ളത് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹമാണ്. അപ്പോൾ അത് ഒരു കാര്യം ഞാൻ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ കേട്ട ഒരു കാര്യം, ഒരു മുൻ ന്യായാധിപനായ ഒരു വ്യക്തി അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ ബോധ്യം കൊണ്ടായിരിക്കും അദ്ദേഹം ഈ പറയുന്ന ഡി മണി എന്ന് പറയുന്ന വ്യക്തി വലിയ തോതിൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ബന്ധങ്ങളുള്ള ഈ കപൂറൊക്കെ രണ്ടാമതേ നിൽക്കൂ എന്നാണ് പുള്ളി കേട്ടറിഞ്ഞതാണോ, പുള്ളിയോട് ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് ഈ വ്യക്തിക്ക് നമ്മുടെ അയൽരാജ്യമായ മറ്റൊരു രാജ്യവുമായിട്ട് ശത്രുരാജ്യവുമായിട്ട് ബന്ധമടക്കമുള്ളതായിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേട്ടുകേഴ്വി ഹിയർസയാണ്, പുള്ളി ഹിയർസയാണെന്ന് എനിക്ക് ആനന്ദം പറഞ്ഞതാണെങ്കിൽ ഹിയർസേ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരാളിനി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടെങ്കിൽ നാം നേരത്തെ സംശയിച്ചതുപോലെ ഇതിൻ്റെ സ്വർണം എങ്ങോട്ട് കൊണ്ടുപോയി? വിഗ്രഹ കച്ചവടക്കാരനാണെന്ന് പറയുന്നു. അപ്പോൾ ശബരിമലയെ ബന്ധപ്പെട്ട് അവിടെ ഒരു പഞ്ചലോഹ വിഗ്രഹം എന്ന് പറയുന്നത് യഥാർത്ഥ വിഗ്രഹമാണല്ലോ. അതുകൂടാതെ അവിടുത്തെ രൂപങ്ങളും മറ്റും എല്ലാം ഈ വിഗ്രഹത്തിൻ്റെ ഗണത്തിൽ വരുമല്ലോ. അതൊക്കെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതായി നമുക്കറിയാം. അത് ആറന്മുള സ്ട്രോങ് റൂമിൽ അടക്കമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ കൊണ്ടുപോകുന്ന ഒരു വൻ അധോലോക സംഘമൊക്കെ ആയിരിക്കുമോ ഇത്? ഇതിൽ അതിൻ്റെ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് നമുക്കറിയില്ല. കാരണം നമുക്ക് ഈ ചെന്നിത്തല മൊഴി നൽകിയതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഡി മണി അല്ലെങ്കിൽ ദാവൂദ് മണി എന്നുള്ള കഥാപാത്രത്തിൻ്റെ പേര് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ഇത് സ്വാഭാവികമായിട്ട് നമുക്കൊരു പേര് കിട്ടുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ AI ടൂൾ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യും. പക്ഷേ ഇതുവരെ ഇപ്പോൾ ഇന്നലെ നമ്മൾ ആ വാർത്തയൊക്കെ കൊടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ലിങ്ക് വരുന്നതല്ലാതെ ഡി മണി ദാവൂദ് മണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രൊഫൈലുമില്ല. ഏതൊരു ഫുഡ് കമ്പനിയുടെ ഫുഡ് ഡെലിവറി കമ്പനിയുടെ എന്തോ ഒരു ജീവനക്കാരൻ്റെ പേരായിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി അങ്ങനെ ഒരു പേരേ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടോ എന്നുള്ള സംശയം നമുക്ക് അന്ന് തുടങ്ങിയത്. അതുകൊണ്ടാണ് നമ്മളത് ദുബൈ മണി എന്ന് വേണമെങ്കിൽ പറയാം. അതെ. പക്ഷേ നമുക്കിപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ സുഭാഷ് ചന്ദ്ര കപൂറിനെയാണ് കോടതി അന്ന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നത്. സുഭാഷ് ചന്ദ്ര കപൂർ എന്ന് പറയുന്നത് ക്ലീൻ കേസാണ്. അത് അയാളിപ്പോൾ ജയിലിലാണ്, തമിഴ്നാട് ജയിലിലാണ്. അയാളെ കണ്ടെത്തുന്നത് തന്നെ എനിക്ക് തോന്നുന്ന 2008 2009 ഇന്ത്യൻ ഏജൻസീസ്, ഇന്ത്യൻ DRI കസ്റ്റംസ് പോലെയുള്ള പോലെയുള്ള ഇന്ത്യൻ ഏജൻസീസ് അമേരിക്കയ്ക്ക് കൊടുത്ത ഇൻഫർമേഷനാണ്. നിങ്ങളുടെ അവിടെ മാൻഹാട്ടൻ കേന്ദ്രീകരിച്ച് വലിയ വിഗ്രഹ കച്ചവടം അല്ലെങ്കിൽ ഈ ആൻറ്റിക് കച്ചവടം നടക്കുന്നുണ്ട്, ഇന്നാളെ സംശയമുണ്ട്, അവിടെ റെയ്ഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇൻ്റർപോൾ വഴി കൊടുത്ത മെസ്സേജിൽ അവർ പോയി റെയ്ഡ് ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തുന്ന ഒരു കള്ളക്കടത്തുകാരനെയാണ് അമേരിക്ക കണ്ടെത്തുന്നത്. അങ്ങനെ അമേരിക്കയാണ് അവിടുന്ന് ഇൻ്റർപോൾ വഴിയാണ് അയാളെ കൊണ്ടുവരുന്നത്. അപ്പം ഈ ഡി മണിയെ സുഭാഷ് ചന്ദ്ര കപൂറിനെ വെച്ച് നോക്കുമ്പം ഡി മണിയൊന്നുമില്ല. അമേരിക്ക തന്നെ പറയുന്നത് അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിഗ്രഹ അല്ലെങ്കിൽ ആൻറ്റിക് കള്ളക്കടത്തുകാരനാണ്. അയാളാണ് ലോകത്തിലെ എല്ലാ ഗാലറികളിലേക്കും അതുപോലെ തന്നെ മ്യൂസിയങ്ങളിലേക്കുമൊക്കെ ആൻറ്റിക് സാധനങ്ങൾ കൊടുക്കുന്നത്. അവരുടെ ലിങ്ക്, അയാളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരുപാട് പേര് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുണ്ട്, ചെന്നൈയിലുമുണ്ട്. അതിൽ ഒരു അയാളുടെ പേര് എന്ന് പറയുന്നത് ഗോവിന്ദരാജ് ദീനദയാലൻ. അയാളുടെ
ബന്ധുക്കളായ TM ബാലാജി, ശ്രീകാന്ത് ഓംകാരം, ഇവരാണ് നമുക്ക് സമീപകാലത്ത് അറിയപ്പെടുന്ന ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള വലിയ കള്ളക്കടത്തുകാർ, ഈ പൗരാണിക സാധനങ്ങളുടെ കള്ളക്കടത്ത്. അതിൽ ഈ ഗോവിന്ദരാജ് ദീനദയാലൻ, അയാൾക്ക് അന്ന് ഏതാണ്ട് 85 വയസ്സുണ്ടായിരുന്നു. അയാൾ ഒരു പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ അറിയത്തില്ല. അയാളുടെ കൊച്ചുമകനോ മറ്റോ ആണ് ഈ ശ്രീകാന്ത് ഓംകാരം. ശ്രീകാന്ത് ഓംകാരം പക്ഷേ DRAയുടെ കേസിൽ അറസ്റ്റ്, ഇവരിൽ 3 പേരും അറസ്റ്റായി. ഇവരിൽ നിന്ന് ഈ ശ്രീകാന്ത് ഓംകാരം, അയാളുടെ കൂട്ടാളിയായ ഉദിത് ജെയിൻ, മറ്റൊരാൾ ഡൽഹി ബേസ്ഡാണ്, അയാളാണ് ഇവന്മാർക്ക് ഈ കള്ളക്കടത്തിന് വേണ്ടിയിട്ട് ASIയുടെ സർട്ടിഫിക്കറ്റ്, ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ്, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഉദിത് ജെയിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഓംകാരം ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആ ലിങ്ക് അവിടെ ഏതാണ്ട് ബ്രേക്കായി നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഡി-മണി എന്ന് പറയുന്ന ഒരാൾ ഇവർക്കിടയിൽ ഉണ്ടോ, ഇനി ഇവരുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് അങ്ങനെ ഒരാളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ നമ്മുടെ വിദേശ വ്യവസായി കൊടുത്ത മൊഴികളിൽ, അത് SITക്ക് പോയി കൊടുത്ത SITക്ക് മുന്നിൽ വന്ന മൊഴികളാണ്. അതിൽ പറയുന്നുണ്ട് ഈ ശബരിമലയിൽ ഈ പറയുന്ന ഡി-മണിയാണെന്ന് തോന്നുന്നു വ്യക്തി തിരുവനന്തപുരത്തേക്ക് വരുന്നു. അവിടെ നിന്ന് ശബരിമലയിൽ നിന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റൊരു ഉന്നതനും ഒരു ഹോട്ടലിൽ അടക്കം കൂടിക്കാഴ്ച നടത്തി അതിന്റെ തെളിവുകൾ ശേഖരിച്ചാൽ മനസ്സിലാകും. ആ ഹോട്ടലിൽ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും എന്ന് പറയുമ്പോൾ അങ്ങനെ സോൾഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഈ വിദേശ വ്യവസായി ഇങ്ങനെ തറപ്പിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു ഇതിനകത്ത് പ്രശ്നം പറഞ്ഞ വിദേശ വ്യവസായി ആരാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അയാളുടെ ഇതിനകത്തെ റോൾ എന്താണെന്നും അറിയില്ല. അപ്പോൾ നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞ 2-3 വാചകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഈ വിഗ്രഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരാൾ ഇതിനകത്ത് ലിങ്ക്ഡാന്നുള്ള രഹസ്യവിവരം എനിക്ക് കിട്ടിയിരുന്നു. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരാളാണ്, ഒരു ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നോട് ഈ വിവരം പറഞ്ഞത്. അയാൾ വേണമെങ്കിൽ SITക്ക് മുമ്പിൽ വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും വിഗ്രഹ കച്ചവടം നടത്തുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. അയാളാണ് വിദേശ വ്യവസായി എന്ന് നമ്മൾ പറയുന്നയാൾ. ശരിക്കും ഈ വിഗ്രഹ കച്ചവടം നടത്തുന്ന ഒരാളോ ഇവരുമായിട്ട് ലിങ്ക് ചെയ്ത ഒരാളോ ഒരു പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു ഒറ്റുകാരൻ എന്ന നിലയ്ക്ക് വന്നതായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അയാൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കാം. ഒരു പക്ഷേ X എന്നൊക്കെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കുന്നത് പോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേരായിരിക്കും ഡി-മണി എന്നുള്ളത്. ചിലപ്പോൾ മറ്റൊരു പേരായിരിക്കാം. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സുഭാഷ് കപൂറിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് ഒരിക്കൽ പ്രവർത്തിക്കും. ഇപ്പോൾ സുഭാഷ് കപൂറിൻ്റെ നെറ്റ്വർക്ക് ഏതാണ്ട് ഇല്ലായ്മ ചെയ്തെന്ന് തോന്നുന്നു, DRA ഒക്കെ. അപ്പോൾ അയാളുടെ നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്ന പിന്നീട് സ്വതന്ത്രരായി മാറിയ ഏതെങ്കിലും ആന്റി കച്ചവടക്കാരായിരിക്കും. എന്തായാലും ഇപ്പോൾ നമുക്ക് സംശയങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി ഈ SITയുടെ അന്വേഷണത്തിൽ ഇങ്ങനെ ഒരാളുണ്ടോ എന്നൊക്കെ കണ്ടെത്തി അയാളെ ഇപ്പോൾ ചില മാധ്യമങ്ങളിൽ ഇയാൾക്ക് നോട്ടീസ് കൊടുത്തുന്നവരെയുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് കൺഫർമേഷൻ ഇല്ല. കാരണം നമുക്ക് നമ്മുടെ ആധികാരികമായി മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. വളരെ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്നാണ് നമ്മൾ നൽകുന്നത്. അപ്പം ഈ കേസുമായിട്ട് പ്രേക്ഷകരെ സംബന്ധിച്ചുള്ള എല്ലാവർക്കും ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ പോയ സ്വർണം അത് റിക്കവർ ചെയ്ത് ശബരിമലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെ അന്വേഷണം അതിന് പര്യാപ്തമാണോ എന്നൊരു ചോദ്യമാണ്. നിലവിൽ ഒരു SIT ആണ് ആ അന്വേഷണം നടത്തുന്നത്. അതിന് കോടതി അത് മോണിറ്റർ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഈ അന്താരാഷ്ട്ര ബന്ധമൊക്കെ ഉള്ളപ്പോൾ ഈ അന്വേഷണം ഇങ്ങനെ മതിയോ? CBI പോലെയുള്ള ഏജൻസികളെ ഏൽപ്പിക്കണം എന്ന ചോദ്യം പ്രസക്തമാണ്. അനന്തൻ, CBI പോലെയുള്ള പ്രധാനപ്പെട്ട ഏജൻസി അടക്കം, കാരണം ഇതിൽ ഇന്റർപോളിന്റെ പോലും സഹായം തേടേണ്ടി വരുന്നൊരു കേസായി മാറുന്നുണ്ടോ എന്നൊരു സംശയം ആളുകളിലേക്ക് വരും. കാരണം ഈ ഇന്റർനാഷണൽ ലിങ്ക് ഒക്കെ വരുമ്പോൾ അപ്പോൾ നിലവിലെ SITയുടെ കൈകളിൽ ഭദ്രമായിരിക്കും ഈ അന്വേഷണം? ഇതിപ്പോൾ ശബരിമലയിൽ 2019 കൊണ്ടുപോയ ഉരുപ്പടികൾ അത് ഈ ആൻറ്റീക്ക് പൗരാണിക കച്ചവടത്തിൻ്റെ ഭാഗമായി ഇന്ത്യക്ക് വെളിയിലേക്ക് കടത്തി എന്നുള്ളൊരു സംശയമാണ് ഈ ഘട്ടത്തിലുള്ളത്. പക്ഷേ അതിൽ കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ പറയുന്നത് ഞങ്ങളത് ഉരുക്കി സ്വർണം തട്ടിയെടുത്തു എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത്, സ്വർണം തട്ടിയെടുത്തത് വെച്ചിട്ടാണെങ്കിൽ 2019 ഗ്രാമിന് 3000 രൂപയുള്ളൂ. അങ്ങനെ വരുമ്പോൾ 10-15 ലക്ഷം രൂപയുടെ ഇടപാട് മാത്രമായിരിക്കണം അന്ന് നടന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ആൻറ്റീക്ക് സ്മഗ്ലേഴ്സിൻ്റെ ലിങ്ക് ഇതുമായി ബന്ധപ്പെട്ട് സംശയിക്കുന്നത്. കാരണം അത് കടൽ കടന്നു പോയി കഴിഞ്ഞാൽ ഇതിന് നമ്മൾ വിചാരിക്കുന്നതല്ല, അതിനത്രയും വിലയാണ്. പക്ഷേ നമുക്കറിയാം ആൻറ്റീക്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടണമെങ്കിൽ കുറഞ്ഞത് 100 വർഷത്തെങ്കിലും പഴക്കം ഉണ്ടാകണം എന്നുള്ളതാണ്. ശബരിമലയിൽ നിന്ന് പോയിരിക്കുന്നതിന് അത്രയും വർഷം പഴക്കമില്ല. ഇനി അങ്ങനെ അതല്ല, അങ്ങനെ വരുമ്പോൾ ഒരു കാര്യമുള്ളത്, ശബരിമലയിലെ ആയതുകൊണ്ട് 20 വർഷം ശബരിമലയിൽ ഇരുന്ന ഒരു ലോഹം അതിന് ഒരു ഡിവൈൻ വാല്യൂ കൂടിയുണ്ട്. ഇനി ആ ഡിവൈൻ വാല്യൂ വെച്ചാണെങ്കിൽ അത് മറ്റൊരു രീതിയിലാണ് പോകേണ്ടത്. അങ്ങനെ ആണെങ്കിൽ അത് കടൽ കടക്കാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ കടൽ കടന്ന് വലിയ അയ്യപ്പ ഭക്തരുടെ കയ്യിലേക്ക് പോകണം, അതല്ലെങ്കിൽ ഇന്ത്യയിലെ ധനികരായിട്ടുള്ള ഒരു സംസ്ഥാനം വിട്ടുപോലും, കാരണം 2-3 സ്റ്റേറ്റുകളുമായിട്ട് ലിങ്ക് എടുക്കുന്ന കേസാണ്. ആ ലിങ്ക് എടുക്കുന്ന കേസിൽ പോലും SITക്ക് ചില പരിമിതികൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റൊരു രാജ്യത്തിലേക്കൊക്കെ പോയി പെട്ടെന്ന് അന്വേഷണമൊക്കെ നടത്തുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദേശീയ ഒരു അന്വേഷണ ഏജൻസി ആകുമ്പോഴും ഒക്കെ അതിന്റെ ഒരു പ്രയോജനം ഈ കേസിൽ ലഭ്യമാകില്ലേ? അതിൽ കോടതിയും കാണും. കാരണം ഇതിനകത്ത് പ്രധാനമായിട്ടും SITക്ക് നമ്മൾ ആദ്യമേ തന്നെ അന്വേഷിച്ചിരുന്നു. ഇങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ ഇത് സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു SIT ആണല്ലോ. കോടതിയാണ്, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് കൂടുതലുള്ളത്. അപ്പം ക്രൈംബ്രാഞ്ചിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് കേരള പോലീസിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ലെന്നാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പറയുന്നത്. കാരണം അവർക്ക് ഇന്റർപോളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്
നീക്കങ്ങളൊക്കെ നടത്താനൊക്കെ കഴിയും. പക്ഷേ സാധാരണഗതിയിൽ ഇന്ത്യയിൽ ആൻറ്റി കള്ളക്കടത്ത് പണ്ട് മുതലേ ഉണ്ട്. 2000-ന്റെ പകുതിയോടുകൂടിയാണ് വലിയ ഇപ്പോൾ സുഭാഷ് കപൂറിനെയൊക്കെ തിരിച്ചറിയുകയും ആ ചെയിൻ ബ്രേക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് 2000-ന്റെ പകുതിയോടെ. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഏതാണ്ട് 4-5 വർഷം മുമ്പ് വരെയാണ് ഈ കാലഘട്ടം സുഭാഷ് കപൂറിൻ്റെയൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ പൂർണ്ണമായും അന്വേഷിക്കുന്നത് DRI ആണ്. കസ്റ്റംസിൻ്റെ ഭാഗമായിട്ടും അതുപോലെ റവന്യൂ ഇൻ്റലിജൻസ് വിഭാഗമായ DRI ആണ് ഇതിൻ്റെ കൂടുതൽ. CBI 1-2 കേസുകളെ അന്വേഷിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ CBI ആണോ DRI ആണോ ഇത് അന്വേഷിക്കേണ്ടതെന്നത് സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇതിപ്പോൾ ആൻറ്റിക് സ്മഗ്ലിംഗ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും DRIയുടെ കയ്യിൽ അതിൻ്റെ വലിയ എവിഡൻസുകളും അതിൻ്റെ ലിങ്കുകളും അതിൻ്റെ മുൻകാല ചരിത്രവും അതിൽ ആരൊക്കെയാണ് ഇപ്പോഴും സജീവം ആക്റ്റീവ് പ്ലെയേഴ്സ് ആരൊക്കെയാണല്ലോ ഇൻ്റർനാഷണൽ ലെവലിൽ എന്നൊക്കെ ഉള്ളത് അവർക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് ആ ലെവലിലൊക്കെ DRI ഒക്കെ അന്വേഷിച്ച് ഇൻപുട്സ് ഒക്കെ ഈ SIT കൊടുത്തിട്ടുണ്ടാകും. സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ ലിങ്കിങ് കൂടി വരുമ്പോൾ ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ട് ആൾക്ക് വരും. ആരെങ്കിലും രക്ഷപ്പെടുത്തുമെന്ന ചോദ്യം അപ്പോൾ ഒരു കേന്ദ്ര ഏജൻസി അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ മറ്റൊരു ഏജൻസി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആളുകളെ സംബന്ധിച്ചിട്ട് അന്വേഷണത്തിന് ഒരു ക്ലാരിറ്റി വരില്ലേ? തീർച്ചയായിട്ടും ഇതിനകത്തൊരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫൈനൽ റിസൾട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്യുന്നത് ആ കാറ്റഗറി എന്ന് പറയുന്നത് പ്യുവർ അയ്യപ്പ ഡിവോട്ടീസ്, അങ്ങനെയുള്ള ആൾക്കാർ കാത്തിരിക്കുന്നത് അവർ ഏറ്റവും ഡിവൈൻ എന്ന് കരുതുന്ന ഈ ലോഹപ്പാളികൾ തിരിച്ചെത്തുമോ എന്നുള്ളതാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് 2 ഉത്തരമേ വരാനുള്ളൂ. ഒന്നുകിൽ ഇവർ ഉരുക്കി ഇത് ഗോൾഡ് അടിച്ചു മാറ്റി, അതല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് ഇതിൻ്റെ ഡിവൈൻ വാല്യൂയിലോ ആൻറ്റിക് വാല്യൂയിലോ വിറ്റു എന്നുള്ളതാണ്. ഏതായാലും SIT ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവരിത് വിറ്റു എന്ന മട്ടിലാണ്. കാരണം അത്തരം എവിഡൻസ് ആണ് അവർക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും ആ ലെവലിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത്. അപ്പോൾ നല്ലൊരു മറ്റൊരു ഏജൻസി കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ പറയുന്ന ഒരു വലിയ അതെ അതിപ്പം CBI യോ DRI യോ അങ്ങനെ ആരെങ്കിലും വലിയ കേന്ദ്ര ഏജൻസികൾ വന്നാൽ കുറച്ചുകൂടി ഇന്റർനാഷണൽ ലെവലിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും. അപ്പോൾ എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ അതായത് ഡി മണി എന്ന വ്യക്തി ആര്, ആ വ്യക്തിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്.